അമേരിക്കയും ഇസ്രായേലും കൂടി ചേർന്നിട്ട് ഇന്ന് രാത്രി അതല്ലെങ്കിൽ ഇന്ന് രാത്രി നാളെ രാത്രിയൊക്കെ ആയിട്ട് ഇറാനെ തീർത്ത് കളയാനുള്ള ചില പ്ലാനുകളുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. നിങ്ങളും കണ്ടു കാണും. കുറേ പേരൊക്കെ US നമ്മുടെ നെതന്യാഹുവിൻ്റെയും ട്രംപിൻ്റെയും മീറ്റിങ്ങിന് ശേഷമാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ. അതായത് US അമേരിക്കയ്ക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഇറാനെ ഞങ്ങളും കൂടെ നമുക്ക് ഒരുമിച്ച് ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. കഴിഞ്ഞ 3 മാസം നമ്മൾ നോക്കി നടന്നില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒരു ആഴ്ച കൊണ്ട് നമ്മൾ കൂട്ടടിയടിച്ച് അങ്ങോട്ട് തീർത്താളാം, കൂട്ടത്തിൽ ഗൾഫ് രാജ്യങ്ങൾ നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ളൊരു ചിന്തയിൽ അമേരിക്ക മിക്കവാറും ഇറാനെ അടിക്കും എന്നൊക്കെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അമേരിക്കൻ പൗരന്മാർക്ക് അവർ വലിയൊരു ഇത് കൊടുത്തിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലെ സുരക്ഷാ മുന്നറിയിപ്പ് കണക്കിലെടുത്തുകൊണ്ട് ഒരു കോഷൻ സെക്യൂരിറ്റി അലേർട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് അലേർട്ട് വന്നിട്ടുള്ളത്. അതായത് മിഡിൽ ഈസ്റ്റിലുള്ള US പൗരന്മാർ എത്രയും അതീവ ജാഗ്രതരായി നിൽക്കണം എന്നാണ് പറഞ്ഞത്. അപ്രതീക്ഷിതമായിട്ട് വിമാന സർവീസുകൾ റദ്ദാക്കാനുള്ള ചാൻസുകളുണ്ട്, അല്ലെങ്കിൽ റൂട്ട് മാറ്റിവിടാനുള്ള ചാൻസുകളുണ്ട്. വ്യോമപാത അടയ്ക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലായിട്ട് ഇരിക്കുന്ന ഒരു അവസരമാണിത്. അതുകൊണ്ട് തന്നെ സുരക്ഷാ സാഹചര്യങ്ങളിലെ അനിശ്ചിതത്വവും യാത്രാ തടസ്സങ്ങളും കണക്കിലെടുത്ത് മിഡിൽ ഈസ്റ്റിലെ ആ വഴിയിലൂടെയുള്ള അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കുക. അവിടെയുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് ഒന്നുകിൽ ആ രാജ്യം വിടാൻ നോക്കുക, അതല്ലെങ്കിൽ അവിടെ സുരക്ഷിതമായിട്ടിരിക്കണം. അത് മാത്രമല്ല ആഗോള ജാഗ്രതയും കൂടെ കൊടുത്തിട്ടുണ്ട്. മറ്റ് തിരിച്ചടികൾക്കോ ആക്രമണങ്ങൾക്കോ സാധ്യതയുള്ളതിനാൽ മിഡിൽ ഈസ്റ്റിന് പുറത്തുള്ള US നയതന്ത്ര കാര്യാലയങ്ങൾ, ബിസിനസ് സ്ഥാപനങ്ങൾ എന്നിവ എല്ലാം ജാഗ്രത പാലിക്കണം എന്നുള്ളൊരു വലിയ അലേർട്ട് ഇപ്പം US സൈഡിൽ നിന്ന് US ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. ഈ മിഡിൽ ഈസ്റ്റിലൊക്കെ ഇരിക്കുന്ന ആളുകളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. US ഇറാൻ അടിക്കും തോറും തിരിച്ച് അവിടെ അടി കിട്ടും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഞങ്ങളുടെ സ്വന്തം പൗരന്മാരെ, US സ്വന്തം പൗരന്മാർക്ക് എല്ലാവിധ അലേർട്ടുകളും കാര്യങ്ങളും കൊടുത്ത് നിങ്ങൾ സേഫ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അവിടെ കിടന്ന അറബികളും അവിടെ കിടക്കുന്ന മലയാളികളും അവിടെ കിടക്കുന്ന മറ്റ് രാജ്യക്കാരും അവിടെ ചത്താലും അവർക്ക് കുഴപ്പമില്ല, അവർക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. അതാണ് ഇങ്ങനത്തെ ചില അലേർട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഇതൊന്നും കാണാണ്ട് ഇപ്പോഴും US താങ്ങി, ഇസ്രായേലിനെ താങ്ങി, ഇപ്പം അറബികളെ താങ്ങി നിൽക്കുന്നവരുടെ അവസ്ഥ എന്താണെങ്കിലും പോട്ടെ. അപ്പം ഇതൊരു വലിയൊരു അലേർട്ടാണ് ഇപ്പം വന്നിട്ടുള്ളത്. സെക്യൂരിറ്റി അലേർട്ടാണ് US സൈഡിൽ നിന്ന് പുറത്തോട്ട് വന്നിട്ടുള്ളത്. അതുമാത്രമല്ല, സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള രജിസ്ട്രേഷൻ ഉണ്ട്. അതായത് സ്മാർട്ട് ട്രാവൽ എൻറോൾമെൻറ്റ് പ്രോഗ്രാം എന്നും പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട്. അതിൽ യാത്രകളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊന്ന് രജിസ്റ്റർ ചെയ്യാനും കൂടെ അവർ പറയുന്നുണ്ട്. അതായത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കാനും അലേർട്ടുകൾ കൊടുക്കാനും മുന്നറിയിപ്പുകളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ആണ്. അപ്പോൾ അതുവഴി രജിസ്ട്രേഷനൊക്കെ ചെയ്യാനുള്ള ഒരു മുന്നറിയിപ്പ് കൂടെ കൊടുത്തിട്ടുണ്ട്. എംബസികൾക്ക് പ്രത്യേകിച്ച് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അലേർട്ടായിട്ടിരിക്കാൻ പറഞ്ഞിട്ടുണ്ട് എംബസികൾക്ക്. അതുപോലെ തന്നെ US, കാനഡ എന്നീ രാജ്യങ്ങൾക്കുള്ള ഹെൽപ്പ് ലൈൻ നമ്പറുകളും വെബ്സൈറ്റ് travel.state.government വെബ്സൈറ്റുകളും ഒക്കെ US ഓപ്പണാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇന്ന് ഈവനിങ് വന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവിടെയുള്ള സാധാരണ മലയാളികളെ, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ മലയാളികളെ കാണുമല്ലോ മലയാളത്തിലായതുകൊണ്ട്, അപ്പം ഒന്ന് ശ്രദ്ധിച്ചും കരുതിയൊക്കെ ഇരുന്നോളാം. അമേരിക്കയും ഇസ്രായേലും എന്തോന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇറാൻ തിരിച്ചടിക്കുന്ന അവർക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ടാണ് ഇറാൻ്റെ തിരിച്ചടി ഭയന്നിട്ടാണ് അവർ ഇത്തരത്തിലുള്ള മുൻകരുതലുകൾ, കോഷൻസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് നിങ്ങളും എടുക്കുക എന്ന് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. ഇന്ന് എന്തുകൊണ്ട് ഇപ്പോൾ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏകദേശം അമേരിക്കയുടെ കയ്യിലുള്ള വെപ്പൺസ് ഒക്കെ ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട്. ഈ മിസൈൽ ഇൻ്റർസെപ്റ്റേഴ്സിൻ്റെ, അതായത് അങ്ങോട്ട് പോയി ഇടിക്കുന്ന മിസൈലുകളുടെ എണ്ണത്തിൽ വലിയ രീതിയിലുള്ള കണക്കുകൾ കുറഞ്ഞതായിട്ടുള്ള US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഇപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് പുറത്തോട്ട് വിട്ടിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഒരു ഇത് കാണിച്ചത് നിങ്ങൾക്ക്. ഫോക്സ് ന്യൂസ് ആണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തു വിട്ടിട്ടുള്ളത്. US മിസൈൽ പ്രതിരോധ സംരംഭത്തിലുള്ള കുറവ് ഏകദേശം US ഈ യുദ്ധം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് യുദ്ധത്തിന് മുൻപായിട്ട് ഏകദേശം 2300ഓളം ഉണ്ടായിരുന്നു ഇത്തരത്തിലുള്ള മിസൈലുകൾ. അതായത് US പാട്രിയറ്റ് മിസൈലുകളുടെ പ്രതിരോധം തീർക്കുന്ന ചെറിയ മിസൈലുകളുടെ എണ്ണം നമ്മൾ പറഞ്ഞത് 2300 മിസൈലുകൾ ഉണ്ടായിരുന്നു. അത് വെറും 827 താഴെ, കറക്റ്റ് കണക്കാണ് ഫോക്സ് ന്യൂസിൻ്റെ അത് വിട്ടിട്ടുള്ളത്. 827 താഴെ വന്നിട്ടുണ്ട്. അതായത് ഏകദേശം 2 ഇരട്ടിയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതായത് 2300 ഏകദേശം 800 കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ THAAD പ്രതിരോധ സംവിധാനത്തിൻ്റെ ശേഖരം 452 നിന്നും 278 കുറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം പല THAAD സിസ്റ്റങ്ങളും കംപ്ലീറ്റ്ലി ആ സിസ്റ്റം തന്നെ കംപ്ലീറ്റ്ലി ഇറാൻ്റെ മിസൈലുകൾ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പം അതും ഏകദേശം പകുതിയായിട്ട് കുറഞ്ഞിട്ടുണ്ട് 4 മാസ യുദ്ധം ഇറാനുമായിട്ട് ചെയ്തപ്പം. ഇറാൻ ആണെങ്കിൽ ഇപ്പോഴും ഒരു കുറവില്ലാത്ത രീതിയിൽ മിസൈലുകളും ഡ്രോണുകളും വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇത് ഫോക്സ് ന്യൂസിൽ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. ഇനി അത് മാത്രമല്ല, പട്ടാളക്കാരുടെ പരിക്കേറ്റതിൻ്റെ ഒരു കണക്കും കൂടെ അവർ പുറത്തോട്ട് വിട്ടിട്ടുണ്ട്. ഈ പട്ടാളക്കാരുടെ കണക്കുകളുടെ ഇത് നോക്കുകയാണെങ്കിൽ ഇറാനെതിരെയുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട സൈനിക നീക്കങ്ങളിൽ പരിക്കേറ്റുള്ള US സൈനികരുടെ എണ്ണത്തിൽ ഒരൊറ്റ ദിവസം കൊണ്ട് 32 പേരുടെ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ഒറ്റ ദിവസത്തെ ആക്രമണത്തിലൊക്കെ 32 പേരൊക്കെയാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, വിദേശ സൈന്യ നീക്കങ്ങളിലെ നാശനഷ്ടങ്ങൾ സംബന്ധിച്ച പുതിയ സ്ഥിരീകരണ കണക്കുകൾ US പ്രതിരോധ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അതിലാണ് ഈ ഒരു കണക്ക് വന്നിട്ടുള്ളത്. US പ്രതിരോധ വകുപ്പിൻ്റെ ഔദ്യോഗിക സിസ്റ്റം
മാൻ പവർ ഡാറ്റാ സെന്ററാണ് ഇത് പുറത്തുവിട്ടിട്ടുള്ളത് ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം. അപ്പോൾ ജൂലൈ 30 മുതൽ 31 എന്നുള്ള ഒറ്റ ദിവസം അങ്ങ് മാറിയപ്പോഴേക്കും ഈ ഒരു ഇതിൽ ഏകദേശം 32 പേരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അതായത് ഓരോ ദിവസവും ഇറാൻ അടിക്കുന്നത് അവിടുത്തെ പട്ടാളക്കാർ മരിക്കുന്നുണ്ട്, ഒരുപാട് സിസ്റ്റങ്ങളും കാര്യങ്ങളും തകരുന്നുണ്ട്, കംപ്ലീറ്റ്ലി അവരുടെ കയ്യിൽ നിന്ന് പോയിട്ടുള്ളൊരവസ്ഥ അതിങ്ങനെ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഇറാൻ്റെ IRGC വക്താവ് ഇപ്പം ഒരു ഇതും കൂടെ കൊടുത്തിട്ടുണ്ട്, ഒരു ബൈറ്റൂടെ പുറത്ത് പറഞ്ഞിട്ടുണ്ട്, അതുകൂടെ കേൾക്കണം നിങ്ങൾ. جمله پایگاه مهمه یا شاید بهتر بگیم که مهمترین پایگاه امریکا در منطقه بودند. پایگاه الودیری یا بوهرینگ پایگاه بالگردی امریکایی‌ها بوده. البته میدونید چند منظوره از اینا استفاده میشه، اما تمرکز اصلی در واقع در پایگاه بوهرینگ بالگردهای امریکا بوده که بالغ بر 250 فروند بالگرد امریکا اونجا مستقر بودن که ضربه اساسی خوردن. بسیاری از این بالگردان نابود شدن، بسیاری آسیب دیدن و از چرخه عملیات خارج شدن. و پایگاه الوداعی داریم که از گذشته‌های دور همه میدونستن و ما میدونستیم که یک پایگاه بسیار وسیع در کشور قطر و مرکز فرماندهی هوایی امریکا در منطقه محسوب می‌شده. امریکایی بعد از عملیات ഈ ഒരു വീഡിയോയിൽ പറയുന്നത്, അതായത് ഡീറ്റെയിൽസ് അറ്റാക്ക് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് US ബേസ് ഇൻ ദ റീജിയൻ. സ്പോക്ക് പേഴ്സൺ പറയുന്നത് മോർ ദാൻ 250 അമേരിക്കൻ ഹെലികോപ്റ്റർ വേർ ഡിസ്ട്രോയിഡ്. അതായത് 250 മേലെ ഹെലികോപ്റ്റേഴ്സ് ഡിസ്ട്രോയിഡ് ആണ്, കംപ്ലീറ്റ് തകർത്ത് കളഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ സർവീസ് ആണ്. അറ്റാക്ക് അൽസാദ് എയർബേസിൽ, ഓക്കെ, അൽസാദ് എയർബേസിലുള്ള അറ്റാക്കിൽ ഏകദേശം 250 മേലെ US ഹെലികോപ്റ്റേഴ്സ് തകർന്നിട്ടുണ്ട് എന്നാണ് ഈ ഒരു ഡീറ്റെയിൽസ് പുറത്തു വരുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ കണക്ട് ചെയ്ത് മറ്റൊന്നും കൂടെ ഞാൻ കാണിച്ചുതരാം. അതായത് അമേരിക്കയുടെ പ്രതിരോധ ആവശ്യങ്ങൾക്ക് നിറവേറ്റാനില്ല, അതായത് പ്രതിരോധ ആവശ്യങ്ങൾക്ക് നിറവേറ്റാൻ പോലുള്ള സാധനങ്ങൾ ഇപ്പം അമേരിക്കയുടെ കയ്യിലില്ല, തീർന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഇത് പറഞ്ഞത് ആരുമല്ല, US കമാൻഡ് ജനറൽ അലക്സ് ഗ്രൻകെവിച്ച് ആണ് പെൻഡഗൺ ഈ ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുള്ളത്. അതായത് അമേരിക്കയുടെ സ്വയം പ്രതിരോധ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനൊപ്പം, അതായത് സ്വയം ഡിഫെൻഡ് ചെയ്യും വേണം, കൂട്ടത്തിൽ തന്നെ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളിൽ നിന്നും ഇസ്രായേലിനെ തുടർന്നും രക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നാവികസേന ഡിസ്ട്രോയേഴ്സ് യുദ്ധക്കപ്പലുകൾ ഇപ്പോൾ തൻ്റെ കൈവശമില്ല എന്നാണ് യൂറോപ്പിലെ ഉന്നത US കമാൻഡ് ജനറൽ ആയിട്ടുള്ള അലക്സ് ഗ്രൻകെവിച്ച് പറഞ്ഞിട്ടുള്ളത്. അവസ്ഥ വളരെ പരിതാപകരമാണ്. നമുക്ക് സ്വയം, അതായത് അമേരിക്കനെ സ്വയം രക്ഷിക്കണം, അമേരിക്കൻ ബേസുകളെ രക്ഷിക്കണം, അമേരിക്കൻ പട്ടാളക്കാരെ രക്ഷിക്കണം, ഇക്കൂട്ടത്തിൽ ഇസ്രായേലിനും കൂടെ പിടിച്ചു നിർത്തില്ല, ഇസ്രായേലിനും കൂടെ നമുക്ക് ഇങ്ങനെ സംരക്ഷിച്ച് കൊണ്ടുപോകുക, അതിനുള്ള കാര്യങ്ങൾ ഡിസ്ട്രോയേഴ്സ് ഒന്നും നമ്മുടെ കയ്യിലിപ്പോൾ ഇല്ല. ഇസ്രായേലിന് നേരെ വന്ന മിസൈലുകളെ പ്രതിരോധിച്ച് ഈ ഡിസ്ട്രോയറുകൾ മെഡിറ്ററേനിയൻ, ചെങ്കടൽ, ഇറാന് ചുറ്റുമുള്ള മേഖലകൾ എന്നിവിടങ്ങളിൽ തുടർച്ചയായിട്ടുള്ള സൈനിക നീക്കങ്ങൾ കാരണം കടുത്ത സമ്മർദ്ദത്തിലാണ്. കൂടാതെ അറ്റകുറ്റപ്പണികളിലെ തടസ്സങ്ങൾ കപ്പലുകളുടെ ലഭ്യത കൂടുതൽ കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ വാഷിംഗ്ടൺ പോസ്റ്റിലാണ് ഇദ്ദേഹം ഇത് പറഞ്ഞിട്ടുള്ളത്. അതായത് കംപ്ലീറ്റ്ലി അമേരിക്കയുടെ അവസ്ഥ നമ്മൾ സംഖ്യകൾ കാണുന്നതും, സംഖ്യകളുടെ ടിവികളിൽ കാണുന്നതും, ഗോദി മീഡിയകളിൽ കാണുന്നതും, അല്ലെങ്കിൽ US ഫണ്ടഡ് മീഡിയകളിൽ കാണുന്നതൊന്നും അല്ല ഇപ്പോൾ അവിടുത്തെ അവസ്ഥ. ഇറാൻ അടി കിട്ടുന്നുണ്ട്, അതൊന്നും ആരും ഇല്ലാന്ന്, പക്ഷേ ഇറാൻ അടി കിട്ടുന്നത് കൂടെ തന്നെ നെരുപ്പിട്ട് കിട്ടുന്നുണ്ട് അമേരിക്കക്കും ഈ അമേരിക്കൻ ബേസുകൾക്കും, ഈ പറഞ്ഞ എല്ലാ രാജ്യങ്ങളിലും ഉള്ള. അതുകൊണ്ടാണ് ഇനിയിപ്പം ഇസ്രായേലിനെ കൂടിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇസ്രായേലിനെ താങ്ങി ഇനി മുന്നോട്ട് നിൽക്കാൻ പറ്റില്ല എന്നുള്ള ബോധം അമേരിക്കക്കും ട്രംപിനും വന്നതുകൊണ്ടാണ് ഇസ്രായേലും കൂടെ യുദ്ധത്തിൽ പിടിച്ചിറക്കി കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ ഇസ്രായേലിന് താല്പര്യം ഉണ്ടായിട്ടില്ല, കാരണം ഇസ്രായേൽ ഇപ്പം യുദ്ധത്തിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇസ്രായേലിന് നല്ല അടി കിട്ടും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ ഒരു അവസ്ഥയിലോട്ട് ഇപ്പം ഇവർ എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസത്തെ ഈ അമേരിക്കൻ ഇസ്രായേലി കൂടിക്കാഴ്ച, അതായത് ട്രംപും നെതന്യാഹുവിൻ്റെ കൂടിക്കാഴ്ചകൾ, നെതന്യാഹു 3 ഓപ്ഷൻസ് മുന്നോട്ട് വെച്ചതായിട്ടുള്ള റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് 3 ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒന്നിങ്ങനെയാണ്. ഓപ്ഷൻ 1 കർശനമായിട്ടുള്ള കരാർ, ഇറാൻ്റെ ആണവ വസ്തുക്കൾ പൂർണ്ണമായിട്ട് നീക്കം ചെയ്യണം, അതുപോലെ ഈ പറഞ്ഞ റെജീം ചേഞ്ചുകൾ വേണം, പൂർണ്ണമായിട്ട് ഇത് നീക്കം ചെയ്യണം, അവർ മിസൈൽസ് ഉണ്ടാക്കുന്നതൊക്കെ നിർത്തണം, തുടക്കം മുതലേ പറയുന്നത് ഇതുവരെ നടക്കാത്ത കാര്യങ്ങൾ, ആ കരാർ മുന്നോട്ട് വെക്കുക ആണെങ്കിൽ അതുണ്ടെങ്കിൽ മാത്രമേ ഇനി മുന്നോട്ട് യുദ്ധം ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ നമുക്ക്. അല്ലെങ്കിൽ ഓപ്ഷൻ 2 എന്ന് കൊടുത്തിട്ടുള്ളത് പ്രതിരോധ സംവിധാനത്തിലുള്ള സമ്മർദ്ദം, അതായത് സാമ്പത്തിക ഉപരോധങ്ങൾ ശക്തമാക്കുക, ഇറാൻ്റെ മേലെ കടുത്ത നാവിക വ്യോമ ഉപരോധങ്ങളും ഏർപ്പെടുത്തണം ഇറാൻ്റെ മേലെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ നമ്പർ 3 ആയിട്ട് പറഞ്ഞിട്ടുള്ളത് പ്രാദേശിക തലത്തിൽ ഇറാന്റെ വിതരണ ശൃംഖലകൾ വിച്ഛേദിപ്പിക്കുന്നതിനുള്ള കരമാർഗത്തിലുള്ള വിതരണ പാതകളെയും പ്രധാന ഗതാഗത ശൃംഖലകൾക്കും ലക്ഷ്യമിട്ട് കൃത്യമായിട്ടുള്ള വ്യോമ മിസൈൽ ആക്രമണം നടത്തുക. അതായത് ഇറാന്റെ ഉള്ളിൽ കംപ്ലീറ്റ്ലി മിസൈൽ ആക്രമണങ്ങൾ നടത്തുക, അവരുടെ റോഡുകൾ തകർക്കുക, പാലങ്ങൾ തകർക്കുക, റെയിൽവേ തകർക്കുക, അവരുടെ എല്ലാ സാങ്കേതിക അടിത്തറകൾ ഇല്ലാതാക്കുന്ന രീതിയിൽ നമുക്ക് യുദ്ധം ചെയ്യാം, തീർത്ത് കളയാം എന്നുള്ള ഓപ്ഷനാണ് ഇവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പം ആദ്യത്തെ രണ്ടും ഒരു രീതിയിൽ നടക്കുന്നില്ല, ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇത് പിടിക്കാൻ പറ്റുന്നില്ല, ആണവ കരാറിലോട്ട് ഇറാനെ കൊണ്ടുവരാൻ അവർക്ക് പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല. പിന്നെ ഉപരോധങ്ങൾ എന്തൊക്കെ കൊടുത്തിട്ടും ഇറാൻ പിടിച്ചു നിൽക്കുന്ന അവസ്ഥയാണ് അവിടെ ഉള്ളത്. പിന്നെ മൂന്നാമത്തെ ഒറ്റ കാര്യം ചെയ്യാൻ പറ്റുള്ളൂ, യുദ്ധം ചെയ്യുക. 4 മാസമായിട്ട് യുദ്ധത്തിന് ഇറങ്ങി അടി കിട്ടി
മുഖം തേഞ്ഞൊട്ടിച്ച അവസ്ഥയിലാണ് ഇപ്പം നെതന്യാഹുവിൻ്റെയും അതുപോലെ ട്രംപിൻ്റെയും. അപ്പം ഇനി അത് കണ്ടിന്യൂ ചെയ്യുക, കയ്യിലുള്ള ബാക്കി എന്തോ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തിട്ട് ഇറാൻ ഒരാഴ്ച കൊണ്ട് തീർക്കുക എന്നുള്ള ചിന്താഗതിയിലോട്ടാണ് ഇപ്പം ട്രംപും നെതന്യാഹു എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് യുദ്ധത്തിൻ്റെ ഒരു ഇന്നിപ്പോൾ ഈ സമയം വരെയുള്ള അപ്ഡേറ്റ് പറയാനുള്ളത്. ഇന്ന് രാത്രി ഏതൊക്കെ രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകും, ഏതൊക്കെയാണ് എന്താണെന്നുള്ളത് നമ്മൾ അപ്പം നമുക്ക് അടുത്ത അപ്ഡേറ്റഡ് വീഡിയോ ആയിട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ബൈ.